ഇന്ന് ഞാൻ ഡിന്നറിന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൽമണും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പ്രോപ്പറായിട്ടുള്ള സാൽമൺ പീസസ് ഒന്നല്ല കേട്ടോ, അങ്ങനെ ഇങ്ങനെയും കട്ട് ചെയ്തിട്ടുള്ള പീസസ്സാണ്, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് സാൾട്ടും പെപ്പറിക്ക പൗഡറും മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ബട്ടറിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് ബട്ടറിലേക്ക് നന്നായി ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞതും കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയത് അത് ഒഴിക്കുക. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, കുക്കിംഗ് ക്രീം, പിന്നെ പാകത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സാൽമൺ അതിലേക്ക് ഇട്ടെടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കുക. ലാസ്റ്റ് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇടാട്ടോ. ഇത്രയേ ഉള്ളൂ സാൽമൻ്റെ പണി. ഇനി റൈസിനായിട്ട് റെഡ് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, നോർമൽ ഒനിയൻ, സ്പ്രിംഗ് ഒനിയൻ, ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളി, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നേരത്തെ സാൽമൺ ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും ഒനിയനും റെഡ് ക്യാപ്സിക്കും ഗ്രീൻ ക്യാപ്സിക്കും ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റുക. അതിലേക്ക് കുറച്ച് പെപ്പറിക്ക പൗഡറും കുറച്ച് സോയാ സോസും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല രീതിയിൽ ഇത് വഴണ്ടി വരണം. അതിനുശേഷം 1 മണിക്കൂർ കുതിർത്ത് വെച്ച ബസ്മതി റൈസാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. നന്നായി വഴറ്റിയ ശേഷം പാകത്തിന് വെള്ളമൊഴിച്ച് കുറച്ച് ചെറുനാരങ്ങ നീരും പാകത്തിന് ഉപ്പും ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഒരു 8 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ടാവും. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഒനിയനും ഗാർണിഷ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ഫ്ലേവറുള്ള റൈസാണ് കേട്ടോ അത്. സാൽമണും അതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്.